ഹലോ ഗൈസ്, അപ്പം മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പിന്നെ വീട്ടിനകത്താണെങ്കിൽ ഭയങ്കര ചൂട്, പോരാത്തതിന് കറണ്ടും ഇല്ല. അതുകൊണ്ട് പിന്നെ AC ഇട്ട് കാറിനകത്ത് ഇരിക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈസൻസും RC ബുക്കിനെയും കുറിച്ചാണ് കേട്ടോ. അതായത് നമ്മുടെ ലൈസൻസും RC ബുക്കും കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നവരുടെ എണ്ണം ലക്ഷങ്ങൾ കടന്നിരിക്കുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞായിരിക്കുമല്ലോ. നമ്മുടെ അച്ചടി സ്ഥാപനത്തിന് ഫണ്ട് കൊടുക്കാൻ കുടിശ്ശിക വന്നപ്പോഴാണ് അവർ അച്ചടി അങ്ങ് നിർത്തി. അതായത് നമ്മുടെ സർക്കാരിൽ നിന്ന് കരാറെടുത്തിരിക്കുന്ന ഒരു കമ്പനിക്ക് ആൾമോസ്റ്റ് ഒരു 8 കോടിയോളം രൂപ പെൻഡിങ് വന്നപ്പോൾ അവരെന്ത് ചെയ്ത് അവരത് നിർത്തി. അവർക്ക് എത്ര പേരുടെ ഓരോരുത്തരും നമ്മുടെ ഈ സർക്കാരിൻ്റെ ഇതുപോലെ കോൺട്രാക്റ്റൊക്കെ എടുത്തിട്ട് പെട്ടുപോയിട്ടുള്ളത്. കൂടാതെ നമുക്ക് ഈ രേഖകളൊക്കെ അയച്ചു വന്നിരുന്ന നമ്മുടെ തപാലുണ്ടല്ലോ, തപാൽ വകുപ്പ്, അവർക്ക് ഒരു 3 കോടിയോളം രൂപ അവിടെയും പെൻഡിങ് വന്നപ്പോൾ അവരത് നിർത്തി. ഈ കഴിഞ്ഞ നവംബർ 16 ലൈസൻസ് അച്ചടി ആദ്യം അങ്ങ് നിർത്തി. എൻ്റെ ടെസ്റ്റ് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കഴിഞ്ഞത് നവംബർ 20 പിന്നെ അത് കഴിഞ്ഞ് കുറച്ചും കൂടെ ആയപ്പോൾ നവംബർ 23 ആയപ്പോഴേക്കും പുതിയ RC അച്ചടിക്കുന്നതും അങ്ങ് നിർത്തി. രണ്ടിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായില്ല. അങ്ങനെ 8, 3, 11 കോടിയോളം രൂപ കുടിശ്ശിക വന്നപ്പോൾ നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന തപാൽ വകുപ്പിൻ്റെതും അവിടെയും അവരും ക്ലോസ് ചെയ്ത് അവരും പുതിയ അച്ചടിച്ച് ഇപ്പോൾ നിലവിൽ 16 തീയതിക്ക് മുമ്പ് വരെ അച്ചടിച്ച ലൈസൻസുകൾ അവർ എടുത്ത് അയക്കാതെയായി. കമ്പനിക്ക് ഏറ്റെടുത്ത കമ്പനിക്ക് കുടിശ്ശിക വന്നപ്പോൾ 8 കോടി രൂപ കുടിശ്ശിക വന്നപ്പോൾ അവർ ആ അച്ചടിയും നിർത്തി. എത്ര പേരാണ് അതിന് ശേഷം വണ്ടി എടുത്തത്, ലൈസൻസ് എടുത്തത്? ഇവർക്ക് ആർക്കും ഒരു തേങ്ങയും കിട്ടിയില്ല. പക്ഷേ എല്ലാവരും വെയിറ്റിംഗ് ആണ് കേട്ടോ. ഇതിപ്പം കിട്ടും. പിന്നെ റീസെയിലാണെങ്കിലും ഇപ്പം ഒരാൾക്ക് വണ്ടി വിൽപ്പനയ്ക്കാണെങ്കിലും അതെല്ലാം ഭയങ്കര പെൻഡിങ് ആണ്. ഇനിയിപ്പം പുതിയ RC ഒന്നും കിട്ടാത്തത്. പക്ഷെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആധാർ, ഈ പാൻ കാർഡ് അങ്ങനെയൊക്കെ നമ്മൾ ഡൗൺലോഡൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതുപോലെ ഇതിനൊരു തൽക്കാലം ഒരു പരിഹാരം എന്ന രീതിക്ക് ഇപ്പം പുതിയതായിട്ട് ഇപ്പോൾ അച്ചടിക്കുന്ന പെൻഡിങ് എന്തെങ്കിലും വരുമെങ്കിലും, അതായത് കുറച്ചും കൂടെ കാലതാമസം വരുന്നെങ്കിൽ തൽക്കാലത്തേക്ക് ഇവർക്കൊരു ഈ പാൻ കാർഡ്, ഈ RC ബുക്ക് അതൊന്ന് ഇഷ്യൂ ചെയ്തൂടെ നമുക്ക്? അതായത് അവർക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് എന്തെങ്കിലും ഒരു മാർഗം ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ തൽക്കാലത്തേക്കുള്ള ഒരു പ്രശ്നങ്ങൾക്ക് പരിഹാരമാവത്തില്ലേ? അങ്ങനെ എന്തുകൊണ്ടാണ് ചെയ്യാത്തത്? അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് അതിൻ്റെ കൂടുതൽ സാങ്കേതിക വശങ്ങളെക്കുറിച്ചൊന്നും എനിക്ക് വലിയ പിടുത്തമില്ല. പക്ഷേ നല്ലൊരു ഓപ്ഷനാണെന്ന് തോന്നുന്നു. അതാകുമ്പോൾ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ തന്നെ ഒരു കളർ കോപ്പി എടുത്ത് വെച്ചിരിക്കാം തൽക്കാലത്തേക്ക്. അപ്പം അങ്ങനെ ഒരു സംഭവം കൊണ്ടുവന്നിരുന്നാൽ കുറച്ചും കൂടെ നന്നായിരുന്നേനെ ഈ ഒരു അവസ്ഥയിൽ. ഇനിയിപ്പം എപ്പോഴാണ് ഇതൊക്കെ ക്ലിയർ ആവുമെന്ന് അറിയത്തില്ല. അപ്പം വന്നു കഴിഞ്ഞാൽ കൊള്ളായിരിക്കോട്ടെ. നമ്മുടെ പെട്ടെന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റുമല്ലോ. ഈ പരിവാഹനകത്ത് തന്നെ എന്തെങ്കിലും അവർ അപ്ഡേറ്റ് കൊണ്ടുവന്നാൽ മതിയാവും. RC നമ്മൾ അടിക്കുമ്പോഴേ PDF പോലെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന കണക്കിനായിട്ട് അതാകുമ്പോൾ വലിയ പ്രശ്നം വരുന്നില്ലല്ലോ തൽക്കാലത്തേക്ക്. അപ്പം ഇതുപോലെ ചിലർ റീസെയിലും ലൈസൻസ് കിട്ടാത്തവർക്ക് ഒരു തൽക്കാലത്തേക്കുള്ള ഒരു പരിഹാരമാവും. അതിനുശേഷം പതുക്കെ ബാക്കി നോർമൽ ആ ഒരു ഫണ്ടൊക്കെ ക്ലിയർ ആയതിനു ശേഷം ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലതല്ലേ എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം ശരി, ബൈ.